ഹലോ സ്റ്റുഡൻസ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക് ആണ് അനോൾമെന്റ് ഓഫ് ഫോർഫീച്ചർ. ഈ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഇതിൽ വരുന്ന പ്രോബ്ലം ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് അനോൾമെന്റ് ഓഫ് ഫോർഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ക്യാൻസലേഷൻ ഓഫ് ഫോർഫീച്ചർഡ് ഷെയർസ് ഈസ് നോൺ ആസ് അനോൾമെന്റ് ഓഫ് ഫോർഫീച്ചർ. അതായത് നമ്മൾ ഫോർഫീച്ച് ചെയ്ത ഷെയറിനെ ക്യാൻസൽ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, അനോൾമെന്റ് ഓഫ് ഫോർഫീച്ചർ എന്ന് പറയുന്നത്. ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ, ഒരു ഷെയർ ഹോൾഡർ ഷെയർ അടയ്ക്കാതെ വരുമ്പോഴാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, അയാളുടെ ഷെയർ ഫോർഫീറ്റ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ആ ഷെയർ ഹോൾഡർക്ക് വീണ്ടും അവിടെ തന്നെ ഷെയർ ഹോൾഡർ ആയി കണ്ടിന്യൂ ചെയ്യണം. അയാൾ അടയ്ക്കാത്ത ഷെയർ അടയ്ക്കാം എന്ന് പറഞ്ഞ് വീണ്ടും വരികയാണെങ്കിൽ നമ്മൾ ഫോർഫീറ്റ് ചെയ്ത ഷെയർ എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം, അല്ലെ? അപ്പോ അങ്ങനെ ക്യാൻസൽ ചെയ്യുന്ന ഫോർഫീറ്റഡ് ആയിട്ടുള്ള ഷെയറിനെ ക്യാൻസൽ ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റ് ആണ് എന്ത്, അനോൾമെന്റ് ഓഫ് ഫോർഫീച്ചർ എന്ന് പറയുന്നത്. സിംപ്ലി അനോൾമെന്റ് എന്ന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അസാധുവാക്കുക, റദ്ദാക്കുക എന്നുള്ളതാണ്. ഫോർഫീറ്റ് ചെയ്ത ഷെയറിനെ അസാധുവാക്കുക, അതായത് വീണ്ടും എന്ത് ചെയ്യുന്നു, തിരിച്ച് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നു. ഓക്കെ. അതാണ് എന്ത്, അനോൾമെന്റ് ഓഫ് ഫോർഫീച്ചർ. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഏത് ഷെയർ ഹോൾഡർ ആണോ അടയ്ക്കാതെ വന്ന് ഫോർഫീറ്റ് ചെയ്തത്, ആ ഷെയർ ഹോൾഡർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ വീണ്ടും ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ. അപ്പം അതാണ് ഇവിടെ ഫസ്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. ഫോർഫീറ്റ് ചെയ്തത് ക്യാൻസൽ ചെയ്യുന്ന, ഫോർഫീറ്റ് ഷെയർസിനെ ക്യാൻസൽ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് അനൗൺമെന്റ് ഓഫ് ഫോർഫീച്ചർ എന്നുള്ളത്. ഓക്കെ. നെക്സ്റ്റ് പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, നോട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഫോർഫീറ്റ് ചെയ്ത ഷെയർസ് ഷെയർ ഹോൾഡർ എന്ത് ചെയ്യാണ്, ലൈക്ക് ടു പേ, അയാൾ വീണ്ടും കമ്പനിയിൽ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അടയ്ക്കാത്ത പൈസ അടയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വരുമ്പോൾ കമ്പനിയുമായിട്ട് എന്ത് ചെയ്യുന്നു, ബന്ധപ്പെടുന്നു. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും, ആ ഫോർഫീറ്റ് ചെയ്ത ഷെയർ എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യാം. ഓക്കെ. എന്നാലേ അയാൾക്ക് തിരിച്ച് പിന്നെ വീണ്ടും ഷെയർ ഹോൾഡർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഷെയർ ഹോൾഡർ റിക്വസ്റ്റ് പ്രകാരം കമ്പനി എന്ത് ചെയ്യുന്നു, ഫോർഫീറ്റ് ചെയ്ത ഷെയർ ക്യാൻസൽ ചെയ്യുന്നു. ഓക്കെ. എന്നിട്ട് ഒരു ആനുവൽ മീറ്റിംഗ് ഒക്കെ നടത്തി റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് എന്ത് ചെയ്യും, അവരൊരു കണ്ടീഷൻ വെക്കും. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടയ്ക്കാത്ത എമൗണ്ട് അടച്ച് തിരിച്ചു വരാം. കൂടെ എന്ത് ചെയ്യണം, ഒരു നിശ്ചിത ഇൻട്രസ്റ്റ്, ഒരു നിശ്ചിത പലിശ കൂടെ അഡീഷണൽ ആയിട്ട് ചാർജ് ഈടാക്കും എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. ഇതാണ് ഇതിൽ വരുന്ന ഒരു പ്രോസസ്സ്. അപ്പോ നമുക്ക് ഇതിൽ സ്റ്റെപ്പ് പറയുന്നുണ്ട്, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇത് ജസ്റ്റ് നോട്ട് ചെയ്യണം കേട്ടോ. സ്റ്റെപ്പ് ഇൻ അനോൺമെന്റ് ഓഫ് ഫോർഫീച്ചർ, അതായത് ആദ്യം റിസീവിംഗ് റിക്വസ്റ്റ് ഫ്രം ദ ഷെയർ ഓർഡർ, അല്ലെ? ഷെയർ ഓർഡറിന്റെ ഭാഗത്തു നിന്ന് റിക്വസ്റ്റ് വരണമല്ലോ, എനിക്ക് കണ്ടിന്യൂ ചെയ്യണം, ഞാൻ അടയ്ക്കാത്തത് അടയ്ക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴല്ലേ നമുക്ക് ഫോർഫീച്ചർ റിവോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ആദ്യം ഷെയർ ഹോൾഡറിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുക, റിക്വസ്റ്റ് റിസീവ് ചെയ്യുന്നു. നെക്സ്റ്റ് കൺവേയിങ് ബോർഡ് മീറ്റിംഗ് സെറ്റിൽ ടേംസ് ഓഫ് അനോൺമെന്റ് ബൈ പാസിംഗ് എ റെസൊല്യൂഷൻ. ആ റിക്വസ്റ്റ് കിട്ടിയതിന് ശേഷം കമ്പനിയിൽ ഒരു ബോർഡ് മീറ്റിംഗ് നടത്തിയിട്ട് എങ്ങനെയാണ് അത് സെറ്റിൽ ചെയ്യേണ്ടത്, അനോൺമെന്റ് എങ്ങനെയാണ് പാസ്സാക്കേണ്ടത്, റെസൊല്യൂഷൻ പാസ്സാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അതിൽ എത്രയാണ് ഇൻട്രസ്റ്റ് നിശ്ചയിക്കേണ്ടത്, എത്ര രൂപ അയാളോട് അടയ്ക്കാൻ പറയണം എന്നുള്ള കാര്യങ്ങളാണ് അവിടെ ഡിസൈഡ് ചെയ്യുന്നത്. അതിനുശേഷം സെൻഡിങ് എ ലെറ്റർ ടു ഷെയർ ഹോൾഡർ ഇൻഫോർമിംഗ് ദാറ്റ് ഫുൾഫിൽമെന്റ് ഓഫ് കണ്ടീഷൻസ്. അതിനുശേഷം ഷെയർ ഹോൾഡർക്ക് ഒരു ലെറ്റർ അയക്കുകയാണ്. അതായത് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ, കണ്ടീഷൻസ് ആണ്. അതായത് നിങ്ങൾക്ക് വീണ്ടും ഇവിടെ റീജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടയ്ക്കാത്ത ഷെയറിന്റെ കൂടെ എത്ര പലിശയും കാര്യങ്ങളൊക്കെ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ അയക്കുന്നു. അതിനുശേഷം റിസീവിംഗ് മണി, ആ അടയ്ക്കേണ്ട തുക എത്രയാണോ അത് ആദ്യം ഷെയർ ഹോൾഡറിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. അതിൽ എന്തും കൂടി ഉണ്ടായിരിക്കും, വിത്ത് ഇൻട്രസ്റ്റും കൂടി ഉണ്ടായിരിക്കും. ഓക്കെ. പിന്നെ പറയുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് റീസ്റ്റോറിംഗ് ദ നെയിം ഓഫ് ദ മെമ്പർ. ആ അതായത് ക്യാൻസൽ ചെയ്തതാണല്ലോ, ആ ഷെയർ ഹോൾഡറെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടാവും. അയാളെ വീണ്ടും റീസ്റ്റോർ ചെയ്യുന്നു, കമ്പനിയുടെ മെമ്പർ ആയിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും തിരിച്ചെടുക്കുന്നു. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് ഇഷ്യൂയിങ് ഫ്രഷ് ഷെയർ സർട്ടിഫിക്കറ്റ്. അതായത് ഷെയർ ഹോൾഡർക്ക്, ആ വന്ന ഷെയർ ഹോൾഡർക്ക് ഒരു ഫ്രഷ് ഷെയർ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുന്നു, ഇഷ്യൂ ചെയ്യുന്നു. ഓക്കെ. ഇതാണ് എന്ത്, അനോൺമെന്റിന്റെ സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത്. ഒരു കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ്സ് പോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാം, അല്ലെ? അപ്പൊ എങ്ങനെയാണ് അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ. അതായത് ക്വസ്റ്റ്യൻ നോക്കാം. മയൂർ ലിമിറ്റഡ് ഇഷ്യൂഡ് 20,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് 2. അതായത് മയൂർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി 20,000 ഷെയർസ് 10 രൂപയ്ക്ക് എന്ത് ചെയ്യുന്നു, ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രീമിയം ഉണ്ടെന്ന്, അതായത് 10 + 2 12 ആവും, അല്ലെ? പ്രീമിയം അടങ്ങിയിട്ടാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്.
അതില് 3 3 ഓൺ അപ്ലിക്കേഷൻ, അതേപോലെ 4 ഓൺ അലോട്ട്മെന്റ്. അലോട്ട്മെന്റിൽ പ്രീമിയം കൂടി ഇൻക്ലൂഡ് ആണെന്ന് പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് അലോട്ട്മെന്റിന്റെ 4-ല് 2 പ്രീമിയം ആയിരിക്കും അല്ലെ. പ്രീമിയം 2 ഇവിടെ പറയുന്നുണ്ടല്ലോ. 2 പ്രീമിയം ആയിരിക്കും, ബാക്കി 2 എന്ത് അലോട്ട്മെന്റ് മണി. ആൻഡ് 5 ഓൺ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിൽ 5 രൂപ. അപ്പൊ അങ്ങനെ ആപ്ലിക്കേഷന് 3-ഉം അലോട്ട്മെന്റിന് 2-ഉം ഈ 5-ഉം മൊത്തം 10 അല്ലെ. അങ്ങനെയാണ് വരിക. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക. എന്നാലാണ് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ജേണൽ എൻട്രീസ് ആയിട്ട് എഴുതേണ്ടി വരിക എന്നൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അടുത്തായിട്ട് പറയുന്നത്, വെൻ ദ കോൾ വാസ് മെയ്ഡ്, പ്രിയ ഹൂ വാസ് ഹോൾഡിംഗ് 1000 ഷെയർസ് ഡിഡ് നോട്ട് പേ ദ കോൾ മണി. അതായത് കോള് വിളിച്ചു, അതായത് അലോട്ട്മെന്റ് അപ്ലിക്കേഷൻ അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് കോള് വിളിച്ചു. അതിൽ ഒരു ഷെയർ ഹോൾഡർ ആയിട്ടുള്ള പ്രിയ 1000 രൂപ ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന പ്രിയ എന്ത് ചെയ്തിട്ടില്ല, കോൾ മണി അടച്ചില്ല. അതുകൊണ്ട് തന്നെ ദിസ് 1000 ഷെയർസ് വേർ ഫോർഫിച്ചഡ്. കോൾ മണി അടയ്ക്കാത്തതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ 1000 ഷെയർസ് എന്ത് ചെയ്തു, ഫോർഫീറ്റ് ചെയ്തു, അതായത് ക്യാൻസൽ ചെയ്തു ആ വ്യക്തിയെ. ഓക്കെ, ദീസ് ഷെയർസ് ഹാവ് നോട്ട് ബീൻ റീഇഷ്യൂഡ്. റീഇഷ്യൂ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് ആഫ്റ്റർ 2 months പ്രിയ റിക്വസ്റ്റഡ് ടു ദ കമ്പനി ടു ക്യാൻസൽ ദ ഫോർഫീച്ചർ. അതായത് പ്രിയ അടയ്ക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഫോർഫീറ്റ് ചെയ്യേണ്ടി വന്നത്. 2 മാസം കഴിഞ്ഞപ്പോൾ പ്രിയ എന്ത് ചെയ്യാണ്, കമ്പനിയോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ്, എന്റെ ഷെയർ ഫോർഫീറ്റ് ചെയ്തത് നിങ്ങൾ ക്യാൻസൽ ചെയ്യണം, എനിക്ക് ഞാൻ പൈസ അടയ്ക്കാൻ തയ്യാറാണ്, എനിക്ക് വീണ്ടും ഇവിടെ കമ്പനിയിൽ ഷെയർ ഹോൾഡർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള രീതിയിൽ റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ ഷീ എഗ്രീഡ് ടു പേ ദ കോൾ മണി ടുഗദർ വിത്ത് ഇൻട്രസ്റ്റ് ആസ് ഡിമാൻഡഡ് ബൈ ദ കമ്പനി. അതായത് കമ്പനി എത്രയാണോ പലിശ പറയുന്നത്, ഇൻട്രസ്റ്റ് പറയുന്നത്, അതും കോൾ മണിയും കൂടെ ഞാൻ എന്ത് ചെയ്തോളാം, അടച്ചോളാം എന്ന് പറയാം. ഓക്കെ, ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അക്സെപ്റ്റഡ് ഹെർ റിക്വസ്റ്റ് ആൻഡ് ആസ്ക്ഡ് പ്രിയ ടു പേ ഇൻട്രസ്റ്റ് 6% പെർ ആനം ഓൺ ദ കോൾ എമൗണ്ട് ഡ്യൂ. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രിയ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു. പ്രിയോട് പറയാണ്, അതായത് ആ ഷെയർ ഹോൾഡറിനോട് പറയാണ്, നിങ്ങൾ കോൾ മണി അടയ്ക്കുന്നതിന് കൂടെ എന്ത് ചെയ്യണം, 6% ഇൻട്രസ്റ്റ് ആണ് അടയ്ക്കേണ്ടത് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത്, ദ കമ്പനി റിസീവ്ഡ് ദ കോൾ മണി അലോങ് വിത്ത് ഇൻട്രസ്റ്റ് ഫ്രം പ്രിയ ആൻഡ് ആനുവൽഡ് ദ ഫോർഫീച്ചർ ഓഫ് 1000 ഷെയർസ്. കമ്പനിക്ക് പ്രിയയുടെ കയ്യിൽ നിന്ന് കോൾ മണിയും അതേപോലെ പറഞ്ഞിട്ടുള്ള ഈ പലിശ ഇൻട്രസ്റ്റും കിട്ടി. ആ ഫോർഫീറ്റ് ചെയ്ത അവളുടെ 1000 ഷെയർസ് എന്ത് ചെയ്തു, അനോൾഡ് ചെയ്തു, അതായത് അത് എന്ത് ചെയ്തു, തിരിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, റെക്കോർഡ് ദ ജേണൽ എൻട്രീസ് ഫോർഫീച്ചർ ആൻഡ് അനോൾമെന്റ്. ഇവിടെ വരുന്ന ഫോർഫീച്ചർ ആയിട്ട് വരുന്ന ജേണൽ എൻട്രിയും അതേപോലെ അനോൾമെന്റ് ചെയ്യുമ്പോൾ നടക്കുമ്പോൾ ചെയ്യുന്ന ജേണൽ എൻട്രിയും എഴുതാനാണ് പറയുന്നത്. ഫോർഫീച്ചർ വരുമ്പോൾ ഉള്ള ജേണൽ എൻട്രി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ അതിന്റെ ബാറിലും പ്രീമിയത്തിലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ പ്രീമിയം ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. പക്ഷെ ഇവിടെ മനസ്സിലാക്കണം എന്താ വെച്ച് കഴിഞ്ഞാല്, അപ്ലിക്കേഷനും അലോട്ട്മെന്റും വിളിച്ചു കഴിഞ്ഞെന്നോ. അലോട്ട്മെന്റിലാണ് എന്തുള്ളത്, പ്രീമിയം ഉള്ളത്. അപ്പൊ പ്രീമിയം വിളിച്ചു കഴിഞ്ഞെന്നോ അല്ലെ. കോളാണ് അടയ്ക്കാത്തത്. അപ്പൊ അടയ്ക്കാത്തതാണ് നമ്മൾ ഫോർഫീച്ചറിന്റെ ജേണൽ എൻട്രി വരിക അല്ലെ. അതല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ പ്രീമിയം ഓൾറെഡി റിസീവേഡ് ആണെങ്കിൽ നമ്മൾ പിന്നെ സാധാരണ മറ്റ് പാറിന്റെ ജേണൽ എൻട്രി എന്താണോ ഫോർഫീച്ചർ അതാണ് നമ്മൾ എടുക്കുക. മനസ്സിലായോ? അതായത് നമ്മൾ പ്രീമിയത്തിലാവുമ്പോൾ ഡെബിറ്റ് സൈഡില് ഷെയർ ക്യാപിറ്റലിന്റെ കൂടെ സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറയുന്ന ഒരു ഐറ്റം കൂടി വരാറുണ്ട് അല്ലെ. പക്ഷെ ഇവിടെ നമ്മൾ എഴുതില്ല. കാരണം പ്രീമിയം റിസീവ്ഡ് ആണ്. പ്രീമിയം റിസീവ്ഡ് അല്ല. അലോട്ട്മെന്റിലായിരുന്നു അടയ്ക്കാതെ വന്നിരുന്നെങ്കിൽ എന്ത് വരും, സെക്യൂരിറ്റി പ്രീമിയം കൂടി ഇവിടെ വരുമായിരുന്നു. ഇവിടെ പ്രീമിയം കിട്ടിയെന്നോ, കാരണം അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രീമിയം കിട്ടിയിട്ടുണ്ട്. അപ്പോ കോളാണ് കിട്ടാത്തത്. മനസ്സിലായോ? അപ്പൊ കോളിന്റെ ആണ് നമ്മൾ വരുന്നത്. അതുകൊണ്ട് ഇവിടെ സെക്യൂരിറ്റി പ്രീമിയം പ്രത്യേകിച്ച് എടുത്ത് കാണിക്കേണ്ടതില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഫോർഫീച്ചറിന്റെ ജേണൽ എൻട്രി നോക്കിയാലോ. എന്താണ് ജേണൽ എൻട്രി, കാണാതെ പഠിക്കണം കേട്ടോ. ഫോർഫീച്ചറിന്റെ ജേണൽ എൻട്രി, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ കോൾ ടു ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട്. അലോട്ട്മെന്റിലായിരുന്നെങ്കിൽ ടു അലോട്ട്മെന്റ് ഷെയർ അലോട്ട്മെന്റ് എന്ന് കൂടി വരും അല്ലെ. അലോട്ട്മെന്റ് അടച്ചു കഴിഞ്ഞെന്നു അല്ലെ. കോളാണ് അടയ്ക്കാത്തത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പൊ ക്രെഡിറ്റ് ടു ഷെയർ കോൾ ടു ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് 2 വന്നിട്ടുണ്ട്. ഇതിപ്പോ ആദ്യം ടു ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ടു ഷെയർ കോൾ എന്ന് വന്ന് തന്നാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. എമൗണ്ടുകളും ഡെബിറ്റും ക്രെഡിറ്റും വരുന്നത് കറക്റ്റ് ആയിരിക്കണം എന്നുള്ളൂ. ഓക്കെ, ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ടു അങ്ങോട്ടും ഇങ്ങോട്ടും മാറിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം ചെയ്യാം. അപ്പൊ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ എമൗണ്ട് എഴുതണം. അപ്പൊ ഇവിടെ നമ്മൾ പറയാറുണ്ട്,
കമ്പനി എത്ര ഷെയർ ഇഷ്യൂ ചെയ്തു? 20,000. അത് നമ്മൾ ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഫോർത്ത് ഫീച്ചറിന്റെ കേസിൽ നമ്മൾ എന്ത് മാത്രമേ നോക്കണ്ടുള്ളൂ? എത്ര ഷെയർ ആണ് ഫോർത്ത് ഫീച്ചർ ചെയ്തതാണ്? പ്രിയയുടെ 1000 ഷെയർ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഫോർത്ത് ഫീച്ചർ ചെയ്തത്. അപ്പൊ ആ 1000 വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വരിക. 1000 വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ടു ഷെയർ ക്യാപിറ്റൽ എന്താ എഴുതണം? 1000 ഷെയർസ് എത്രയാണ് എഴുതുക? അതായത് ടോട്ടൽ കോൾഡ് അപ്പ് ആയിട്ടുള്ള ഷെയർസ് ആണ് ഇവിടെ കാണിക്കേണ്ടത് അല്ലേ? അങ്ങനെയല്ലേ ചെയ്യണ്ടേ? അപ്പൊ ടോട്ടൽ കോൾഡ് അപ്പ് ആയിട്ടുള്ള ഷെയർ എന്ന് പറയുന്നത് മൊത്തം വിളിച്ചെന്നല്ലോ. അപ്ലിക്കേഷൻ വിളിച്ചു, അലോട്ട്മെന്റ് വിളിച്ചു, രണ്ടും അടച്ചു, ഷെയറും സോറി കോളും വിളിച്ചു. കോൾ അടയ്ക്കാത്തതാണ്. അപ്പൊ മൊത്തം കോൾഡ് എന്ന് പറയുമ്പോൾ 10 രൂപ അല്ലേ മൊത്തം ഷെയർ കമ്പനി ഇവിടെ പറയുന്നില്ലേ? 10 ഈച്ച്. അത് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ മൂന്നും നാലും സോറി മൂന്നും രണ്ടും അഞ്ചും വന്നിട്ടുള്ളത്. അപ്പോ ടോട്ടൽ 10. ഓക്കെ, പ്രീമിയത്തിന്റെ കേസ് ഇവിടെ എടുക്കില്ല കേട്ടോ. അപ്പോ 1000 ഇൻറ്റു 10, അതായത് എത്ര വരും? 10,000 ഷെയർസ്, സോറി 10,000 അല്ലെ? അപ്പൊ ഷെയർ ക്യാപിറ്റൽ അടയ്ക്കാത്ത ആളുടെ 1000 ഷെയർ ഇൻറ്റു ടോട്ടൽ പെർ ഷെയർ 10, 10,000 കിട്ടി. ഇനി ടു ഷെയർ കോൾ. ടു ഷെയർ കോളിൽ എന്താണ് വരിക? ഷെയർ കോളിൽ എന്താണ് വരിക? നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? അതായത് അടയ്ക്കാത്തത്, കോൾ മണിയാണ് അടയ്ക്കാത്തത്. കോൾ മണി പെർ ഷെയറിന് എത്രയാ? ഇവിടെ പറയുന്നുണ്ട് അല്ലെ? എത്രയാ? 5 ഓൺ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അല്ലെ? അപ്പൊ 5 അല്ലേ വരിക? ഇപ്പൊ 1000 ഇൻറ്റു 1000 ആണ് ആ ഷെയർ ഓർഡറിന്റെ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഷെയർ. അപ്പൊ 1000 ഇൻറ്റു 5 അല്ലെ? അപ്പൊ എത്ര വരും? 5,000. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ 5,000. ഇനി അടുത്തത് ടു ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ട്. ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ടിൽ എന്ത് എമൗണ്ട് ആണ് നമ്മൾ കാണിക്കാറ്? ആ ഷെയർ ഓർഡർ നിലവിൽ എത്ര അടച്ചിട്ടുണ്ട്, അടച്ചതാണ് നമ്മൾ ഇവിടെ കാണിക്കേണ്ടത് അല്ലെ? അപ്പോ ആ വ്യക്തി അപ്ലിക്കേഷനും അടച്ചെന്നു, അലോട്ട്മെന്റും അടച്ചെന്നു. അതായത് അപ്ലിക്കേഷൻ 3 അല്ലെ? 3. പിന്നെ അലോട്ട്മെന്റ് 2. 2 പ്രീമിയം ആണ് കേട്ടോ. അലോട്ട്മെന്റ് 4 അതിൽ 2 പ്രീമിയം ആണ്. അത് നമ്മളിവിടെ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ 3+2 എടുക്കണ്ടുള്ളൂ. അപ്പൊ 5 വരിക അല്ലെ? അപ്പൊ 1000 ഇൻറ്റു 5, അതാണ് നിലവിൽ വ്യക്തി അടച്ചിട്ടുള്ളത്. അതായത് 5,000. ഓക്കെ, ഫോർ ഫീച്ചറിന്റെ ജനറൽ എൻട്രി മനസ്സിലായല്ലോ. രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഫോർ ഫീച്ചറിന്റെ വില. നരേഷൻ എഴുതുന്നു, ഫോർ ഫീച്ചർ ഓഫ് 1000 ഷെയർ ഡ്യൂ ടു നോൺ പേയ്മെന്റ് ഓഫ് കോൾ മണി. കോൾ മണി അടയ്ക്കാത്തതുകൊണ്ട് ഫോർ ഫീച്ചർ ആയിട്ടുള്ള 1000 ഷെയർ. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് അടുത്തതാണ് അനോൾമെന്റ് ഓഫ് ഫോർ ഫീച്ചറിന്റെ കേസ് വരുന്നത്. അതായത് ഈ വ്യക്തിയുടെ 1000 ഷെയർ ഫോർഫീറ്റ് ചെയ്തു, അടയ്ക്കാത്തത് കൊണ്ട് ക്യാൻസൽ ചെയ്തു. ആ വ്യക്തി വീണ്ടും വന്നിട്ട് പറയാണ് എനിക്ക് ആ ഷെയറുകൾ വേണം എന്ന് പറയുമ്പോൾ ആ ഫോർഫീറ്റ് ചെയ്തത് വീണ്ടും ക്യാൻസൽ ചെയ്യും. അതായത് ഫോർഫീറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും ആ വ്യക്തിക്ക് കൊടുക്കണ്ടേ? അതിന്റെ ജേണൽ എൻട്രി വരിക ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളിവിടെ പഠിച്ച എല്ലാ കേസിലും ക്യാഷ് ഇങ്ങോട്ട് കിട്ടുന്നതാണെങ്കിൽ ഡെബിറ്റിൽ എന്ത് വരും? ബാങ്ക് വരും അല്ലെ? അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് എന്താണ് ആദ്യത്തെ ജേണൽ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ ആണല്ലോ. അപ്പൊ ബാങ്ക് ആണ് എപ്പോഴും എന്ത് ചെയ്യുക? ഡെബിറ്റിൽ വരിക കിട്ടുന്നതാണ്. അപ്പൊ ഇവിടെ ഫോർഫീച്ചറിന്റെ ഇതാണ് കേസ്. ഫോർഫീച്ചർ തിരിച്ച് എന്ത് ചെയ്യാണ്? ഷെയർ ഹോൾഡറിന്റെ കയ്യിൽ നിന്ന് നമുക്ക് പൈസ കിട്ടില്ല. പ്രിയ എന്ത് ചെയ്തു? അടയ്ക്കാത്ത കോൾ മണി അടച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് കിട്ടുകയാണ്. അപ്പൊ ബാങ്ക് അല്ലേ ഡെബിറ്റിൽ വരിക? അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്ററിന്റെ എമൗണ്ട് നമ്മളിപ്പോ എഴുതില്ല. ആദ്യം ബാക്കിയുള്ള എമൗണ്ടുകൾ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്തിട്ട് എഴുതാം. അതായത് ഡെബിറ്റിൽ പിന്നെ വരിക ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ആണ്. അതെന്താണ് വരാൻ കാരണം? കാരണം നമ്മളിവിടെ ഫോർഫീച്ചറിന്റെ ജേണൽ എൻട്രിയിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു ഷെയർ ഫോർഫീച്ചറിന് അല്ലെ? അതായത് ഇത്ര രൂപ അടച്ചത് നമ്മൾ എന്ത് ചെയ്തു? നിലവിൽ അടച്ചതിനെ ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഫോർഫീറ്റ് ചെയ്ത് നമ്മളിവിടെ ക്യാൻസൽ ചെയ്യണ്ടേ? വ്യക്തിക്ക് തിരിച്ചു കൊടുക്കണ്ടേ? അപ്പോ അത് നമ്മൾ ക്യാൻസൽ ചെയ്യണം. അപ്പൊ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ ജസ്റ്റ് സൂചിപ്പിക്കാം ടു ക്യാൻസൽ. ഓക്കെ, അതായത് എമൗണ്ട് എത്രയായിരുന്നു? 5,000 അല്ലേ? 1000 ഇൻറ്റു 5, 5,000. ഓക്കെ, അത് ഡെബിറ്റ് സൈഡിലാണ് എഴുതുക, കാരണം ഡെബിറ്റ് ആണ്. ഇനി അടുത്തത് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്താണ് കാണിക്കേണ്ടത്? ആ വ്യക്തിയുടെ ടോട്ടൽ ഷെയർ ആണ്. അതായത് 1000 ഇൻറ്റു 10 അല്ലെ? 10,000 ഷെയർസ് അല്ലേ ആ വ്യക്തിക്ക് ടോട്ടൽ ആയിട്ടുള്ളത്? അതാണ് ഷെയർ ക്യാപിറ്റൽ കാണിക്കുക. ഓക്കെ, അടുത്തതായിട്ട് വരിക എന്താണ്? ഇവിടെ നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യനിൽ കമ്പനി എന്ത് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്? പലിശ അടയ്ക്കണം. അതായത് നിങ്ങൾ കോൾ മണി അടയ്ക്കുമ്പോൾ കൂടെ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റും കൂടി അടയ്ക്കണം എന്ന് പറയുന്നത്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മൾക്ക് ഈ ജേണൽ എൻട്രി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അത്രേ ഉള്ളൂ.
നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ്. ഇതാണ് അനോൾമെന്റ് ഓഫ് ഫോർഫീച്ചറിന്റെ കേസിൽ ജേണൽ എൻട്രി വരിക. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് വരുന്നു, ഷെയർ ഫോർഫീച്ചറിൽ ക്രെഡിറ്റ് ആയിരുന്നു, അതിനെടുത്തിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു, കാരണം ക്യാൻസൽ ചെയ്യണം, ഡെബിറ്റ് ചെയ്യുന്നു. ആൻഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, പിന്നെ ടു പലിശ അടയ്ക്കുന്നത് കൊണ്ട് തന്നെ ടു ഇൻട്രസ്റ്റും കൂടി വരും. ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക? ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 6% എന്ത് ഇൻട്രസ്റ്റ്, അതായത് കോൾ മണി എത്രയാണോ അടയ്ക്കാനുള്ളത് ആ അടയ്ക്കാനുള്ളതിന്റെ 6%. കോൾ മണി എത്രയാണ് അടയ്ക്കാനുള്ളത്? കോൾ മണി എത്ര അടയ്ക്കാനുള്ളത്? അതായത് 1000 ഷെയർസ് ആണ് പ്രിയയുടെ, അതിൽ കോൾ മണി പെർ ഷെയറിന് 5 അല്ലേ, അതല്ലേ അടയ്ക്കാത്തത് അല്ലേ? അപ്പോ മൊത്തം എത്ര വരും? 1000 ഇൻറ്റു 5 5000. മനസ്സിലായല്ലോ? ഈ 5000ത്തിന്റെ 6% എന്നാണ് പറയുന്നത്. അപ്പോ 5000 ഇൻറ്റു 6/100 അല്ലെ? 6%, 6/100. ഓക്കെ, കഴിഞ്ഞോ? ഇല്ല. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതായത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ മാസത്തെ ആയിട്ടല്ലേ. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാല് ഓരോ മാസം നമ്മൾ കറക്റ്റ് ആയിട്ട് അടയ്ക്കണം അല്ലെ? ഒരു മാസം വൈകി കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിൽ വ്യത്യാസം വരും അല്ലെ? അപ്പം മാസത്തിന്റെ കണക്കിലാണ് അവിടെ പലിശ കണക്കാക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, 2 മാസത്തിന് ശേഷമാണ് പ്രിയ റിക്വസ്റ്റ് ചെയ്യുന്നത്, എനിക്ക് വീണ്ടും ആ ഷെയർസ് വേണം, റീജോയിൻ ചെയ്യണം കമ്പനിയിൽ എന്ന് പറയുന്നത്, മെമ്പറായിട്ട് ഷെയർ ഹോൾഡർ ആയിട്ട് അല്ലെ? അപ്പൊ 2 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ 2 മാസത്തിന്റെ പലിശ മാത്രം എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പൊ ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് പ്രിയ പറയുന്നത് എനിക്ക് വീണ്ടും ആ ഷെയർ വേണമെന്ന് പറയുകയാണെങ്കിൽ അപ്പൊ 6 മാസത്തിന്റെ പലിശ കൊടുക്കണം അല്ലെ? അപ്പൊ ഇവിടെ 2 മാസത്തിന്റെ ആണ്. അപ്പൊ അതും മനസ്സിലാക്കണം. അപ്പൊ 5000 ഇൻറ്റു 6/100 ഇൻറ്റു 2/12, ഒരു വർഷത്തിൽ 12 മാസമല്ലേ, അതിൽ 2 മാസത്തെ കൊടുത്താൽ മതി. അപ്പോ 2/12. ഓക്കെ, ഇതാണ് ഇവിടുത്തെ വരിക, കാൽക്കുലേഷൻ വരിക. 5000 ആണ് ടോട്ടൽ കോൾ മണി അടയ്ക്കേണ്ടത്, അതിന്റെ 6% ആണ് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അതിൽ 2 മാസമാണ് അടയ്ക്കാതെ വന്നിട്ടുള്ളൂ. അപ്പൊ 2 മാസത്തിന്റെ മാത്രം ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. അപ്പൊ 2/12. അപ്പൊ എമൗണ്ട് എത്ര വരും? 50. ഓക്കെ, 5000 ഇൻറ്റു 6/100 ഇൻറ്റു 2/12 എന്ന് പറയുമ്പോൾ എമൗണ്ട് വരിക 50 ആണ്. ഓക്കെ, അപ്പൊ 50 വരും. ഓക്കെ, ഇപ്പൊ നോക്കൂ, ക്രെഡിറ്റ് സൈഡില് 10,000 ഷെയർ ക്യാപിറ്റലും വേണം, കൊടുക്കണം, ഉണ്ട്. 50 ഇൻട്രസ്റ്റും ഉണ്ട്. അതായത് 10,050, 10,050 രൂപയാണ് ക്രെഡിറ്റ് ഉള്ളത്. എന്നാൽ ഡെബിറ്റിൽ എത്ര മാത്രമേ ഉള്ളൂ? ക്യാൻസൽ ചെയ്തിട്ടുള്ള ഫോർഫീച്ചർ ആയിട്ടുള്ള 5000 മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ജേണൽ എൻട്രി എഴുതുമ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആവണല്ലോ. ആവണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ബാങ്ക് അക്കൗണ്ടിന്റെ അവിടെ എമൗണ്ട് എത്രയാവും വരിക? 5050 അല്ലെ? അപ്പോഴല്ലേ ഈക്വൽ ആവുള്ളൂ. മനസ്സിലായോ? 5050 ആണ് ഇനി എന്ത് ചെയ്യേണ്ടത്? ഈ പ്രിയ അടയ്ക്കേണ്ടത്. അതായത് 5000 കോൾ മണിയും പ്ലസ് 50 പലിശയും. ഈ 5050 ആണ് പ്രിയ അടയ്ക്കാനുള്ളത് എന്നല്ല കേട്ടോ, അടച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണല്ലോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് വന്നത്, അടച്ചത്. ഓക്കെ, അപ്പൊ 5050 ആണ് എന്ത് ചെയ്യുക ഇവിടെ വരിക. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ എങ്ങനെയാണ് അനോൾമെന്റ് ഓഫ് ഫോർഫീച്ചർ ഓഫ് ഷെയർ ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ കണ്ട് നോട്ട് എഴുതിയെടുക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.